പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സപ്തതി ആഘോഷിക്കുന്നതിന് വേണ്ടി ഇനി പിറകോട്ട് പോവുകയില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അർച്ചന മുന്നിലേക്ക് വരികയാണ്. ഇതോടെ ആഘോഷങ്ങൾക്കിടയിൽ കണ്ടുമുട്ടുകയാണ് വിജയശങ്കറും അർച്ചനയും, അതുപോലെ തന്നെ ചന്ദ്രലേഖയും. ഈ അവസരത്തിൽ ചന്ദ്രലേഖ അർച്ചനയെ അപമാനിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു. പക്ഷേ അർച്ചനയാകട്ടെ അതൊന്നും മൈൻഡാക്കാൻ കൂടി തയ്യാറാകുന്നില്ല. എന്തെങ്കിലും കാണിക്കുമീ എന്നുള്ള ഒരു മനോഭാവമാണ് അർച്ചനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതെല്ലാം കാണുന്ന വിജയശങ്കർ ആകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലല്ലോ എന്ന് വിജയശങ്കർ മനസ്സിൽ പറയുകയാണ്. പക്ഷേ ഇതേ സമയം രുക്കു ആകട്ടെ അച്ചുവുമായി കുറച്ചു സമയം ചിലവഴിക്കാൻ കിട്ടിയ നല്ലൊരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തായാലും കിട്ടിയ അവസരം ഉപയോഗിക്കുക തന്നെ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അച്ചുവിനെ തേടി എത്തുകയാണ്. അച്ചുവിനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇത് അപ്രതീക്ഷിതമായി ചന്ദ്രലേഖ കാണാൻ ഇടയാവുകയാണ്. ഇതോടെ രുക്കുവിനോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രലേഖ അവരുമായി സംസാരിക്കരുത് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇതേ തുടർന്നാണ് വിജയശങ്കർ രുക്കുവിൻ്റെയും അച്ചുവിൻ്റെയും പ്രണയത്തെ പറ്റി അറിയാനിടയാകുന്നത്. ഇതോടെ അയാളാകെ ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.